പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ നിയമവും നിയമവാഴ്ചയുമെല്ലാം ഇപ്പോൾ നടപ്പാക്കുന്നത് സഖാക്കളാണ്. ഇടുക്കി പീരുമേട്ടിൽ CPM പ്രവർത്തകർ ജീവിക്കാൻ അനുവദിക്കുന്നെന്ന പരാതിയുമായി ഒരു കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ആശുപത്രി പരിസരത്ത് വെച്ച് ഓട്ടോറിക്ഷ അടിച്ചു തകർത്തതായി പരാതി. എന്നാൽ പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ആ സംഘർഷത്തിന് കാരണമെന്നാണ് CPM വാദം. പീരുമേട് സ്വദേശിയായ പുല്ലുകാലയിൽ ശ്രീജിത്തും കുടുംബവുമാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ശ്രീജിത്തിന്റെ ഓട്ടോ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് കാക്കത്തടം മേഖലയിലേക്ക് ഓട്ടം വിളിച്ചിരുന്നു. എന്നാൽ റോഡ് മോശമായതിനാൽ വരാനാവില്ലെന്ന് അറിയിച്ചതോടെ വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് വിഷയം പറഞ്ഞു തീർക്കാൻ വിളിച്ച ശേഷം ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആക്രമിച്ചുവെന്നാണ് പരാതി. പ്രായപൂർത്തിയാകാത്ത അനുജന്മാരെയും മർദ്ദിച്ചു. തുടർന്ന് ആശുപത്രിയിൽ വെച്ചും ഭീഷണി മുഴക്കി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് അപമര്യാദയെ പെരുമാറിയെന്നും പീരുമേട് പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുമാണ് ആരോപണം. അതേസമയം പൊതുസ്ഥലത്ത് മദ്യപിച്ചത് ചോദ്യം ചെയ്ത SFI പ്രവർത്തകൻ അർജുൻ കൃഷ്ണയെ യുവാക്കൾ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നാണ് CPM നേതൃത്വം പറയുന്നത്. അർജുനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും CPM പറയുന്നു. പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത്. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്തു.